നമസ്കാരം, TCV സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. താനൂരിൽ മദ്യലഹരിയിൽ സുഹൃത്തുക്കൾ തമ്മിൽ കത്തിക്കുത്ത്, യുവാവ് കൊല്ലപ്പെട്ടു. മറ്റൊരാൾ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പാലക്കുറ്റി തോടിന് സമീപം വെച്ചാണ് സംഭവം. കൊല്ലപ്പെട്ടയാളും കൊലപാതകികളും നിരവധി കേസുകളിൽ പ്രതികളെന്ന് പോലീസ്. താനൂരിൽ മദ്യപിച്ച് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ കത്തിക്കുത്തിൽ പരിക്കേറ്റ യുവാവ് മരണപ്പെട്ടു. പുല്ലൂരിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന തലക്കടത്തൂർ അരീക്കാട് ചട്ടിക്കൽ വീട്ടിൽ ഷിഹാബുദ്ദീനാണ് ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ടത്. നെഞ്ചിനും വാരിയലിനുമായിരുന്നു ഇയാൾക്ക് കുത്തേറ്റത്. ഇയാൾക്കൊപ്പം കുത്തേറ്റ ബിപിയങ്ങാടി സ്വദേശി ഹസാൻ ഗുരുതര പരിക്കുകളോടെ തിരു ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വയറിനും തലയ്ക്ക് പിൻഭാഗത്തുമാണ് ഇയാൾക്ക് കുത്തേറ്റത്. നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് കുത്തിയത്? പരസ്പരം നിങ്ങൾ രണ്ടുപേരും വേറെ ആൾക്കാർ കുത്തിയതാണോ? അവന്റെ പേരെന്താ? ഞാൻ ഒരു വർഷം പണിക്കാരനാണ്. എവിടെയുള്ള? ഞാൻ പുതിയങ്ങാടിയാണ്. ഡ്രൈവറാണ്. മറ്റവൻ കമ്പനിക്കാരുണ്ട്, ഷിഹാബ് എന്ന് പറഞ്ഞ. അവന് നിന്റെ കൂടെ വന്നാണോ? നിന്റെ കൂടെയാണ്. അവനാണ് എന്നെ കൊടുന്നത്. അവനോടുള്ള ഞാനങ്ങനെ മദ്യപിക്കും. അവനോടുള്ള ഷിഹാബ് വയലത്തൂരാണ് നാട് കേട്ടത്. പക്ഷെ ഞാനൊരു വർഷ പണിക്കാരനെ കാരണം വണ്ടികളൊക്കെ. അവനെങ്ങനെ പരിചയം? ഷിഹാബിന് എങ്ങനെ പരിചയം? അത് ഒരു അജ്മൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിക്കാരുണ്ട്, ചെറുപ്പം നല്ല പരിചയമുള്ള. അവന്റെ കൂടെ പരിചയമായിട്ട് വണ്ടി നേരൊക്കെ വരുമ്പോ പരിചയം. അവന്റെ പരിചയക്കാരനാണ് ഷിഹാബ്. ആരെ? അജ്മലിന്റെ. അജ്മലൊന്നും ഇവിടെ ഇല്ല. രണ്ടാൾക്കാരുണ്ട് കുത്തിയതൊക്കെ നന്നായിട്ട് അറിയാം. എവിടെയുള്ള ആൾക്കാരാ കുത്തിയത്? ഒരാള് ഹിന്ദുവാണ്, രാഹുല്. മറ്റാളോ? പിന്നെ ഒരാള് സുൽഫിയാണ്. ഒരാള് കടപ്പുറക്കാരനാണ്. മറ്റാള് തെയ്യാല. ആരാ തെയ്യാലുള്ളത്? അത് രാഹുലാണ്. കേട്ടതറിയുള്ളൂ. എന്തിനാ കുത്തിയത്? അവരിവിടെ സാധനം അടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊടുന്നതാണ് രണ്ടുപേര്. നിങ്ങൾ രണ്ടുപേരും സാധനം വാങ്ങിയിട്ട് ഇവന്റെ പൈസക്കാണ് വാങ്ങിയത്. ഷിഹാബിന്റെ പൈസക്ക് ആരൊക്കെ വാങ്ങി സാധനം? അവനാ വാങ്ങി. ആര്? അവനും രാഹുലും പിന്നെ അവനും ഷിഹാബും കൂടി വാങ്ങി. നമ്മള് സാധനം അടിച്ച്. എത്ര പേരുണ്ട് നിങ്ങൾ മദ്യപിക്കുമ്പോ? 4 പേര്. ആരൊക്കെ? ഷിഹാബ്, ഞാന്, പിന്നെ രാഹുല്, സുൽഫി. എന്നിട്ട് അങ്ങനെ സാധനം അടിച്ചിട്ട് അവര് നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. അവിടെ വന്ന് അപ്പൊ അവരെന്തോ തമ്മില് പ്രശ്നമാണ്. എനിക്കറിയൂല അവര് തമ്മില്. ഷിഹാബും ഈ സുൽഫിയും അങ്ങനെ രാഹുലും തമ്മില് പ്രശ്നമുണ്ട്. സുൽഫിയും രാഹുലാണ് പ്രശ്നമുള്ളത്? തമ്മിലാണോ? പ്രശ്നമൊന്നുമില്ല, കള്ളുടിച്ചല്ലേ. അപ്പൊ തമ്മില് പ്രശ്നമായി. എന്നിട്ട് തമ്മില് പ്രശ്നമായപ്പോ അവരിങ്ങനെ തമ്മില് പ്രശ്നമുണ്ട്. ഉന്തിട്ട് ചവിട്ടി. ആര്? അവനെ മറ്റോൻ ചവിട്ടി. ആര് ചവിട്ടി? സുൽഫി ആരെ ചവിട്ടി? ഇവനെ. ആരെ? ഈ രാഹുൽ അല്ല, ഷിഹാബിന് ചവിട്ടി. സുൽഫി ഷിഹാബിന് ചവിട്ടി. താഴ്ത്തിട്ട് അവൻ അവർ വേണ്ട ഇവക്ക്. അങ്ങനെ അവര് തമ്മിൽ തല്ലായപ്പോ എനിക്കെന്താ അറിയില്ല, ഞാനും ബോധരായി തന്നെയാണ്. അപ്പൊ എന്നെയും തല്ലിട്ട് പിന്നെ എന്താന്നറിയില്ല, പിന്നെ ബ്ലഡാണ് വരുന്നത്. എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ആരാ കുത്തിയത് നിന്നെ? അതിലൊരാളാരോ ആണ് കുത്തിയത് തന്നെ. ഈ രണ്ടുപേരിൽ ആരൊക്കെ? ആരോ ഒരാള്. രാഹുലും ഇവര് കമ്പനിക്കാരും. എല്ലാരും കമ്പനിക്കാരനെ. ആരാണ് കുത്തിയെന്ന് സംശയമുള്ളത്? അത് ആരാന്ന് കറക്റ്റ് അറിയില്ല. പക്ഷെ എന്റെ ബ്ലഡ് ചോര വരുന്ന കടയണ കണ്ടപ്പോഴാണ് ഞാൻ മണ്ടിയത്. നിന്നെ കുത്തിയത് ആരാണെന്ന് സംശയമുള്ളത്? എന്നെ എന്താ ബ്ലഡ് വരുന്നത് കണ്ടപ്പോ ഞാൻ മണ്ടി. ഞാൻ ഓടിയിട്ട്. ഞാൻ ചോദിച്ചത് നിന്നെ കുത്തിയത് ആരാണെന്ന് നീ സംശയിക്കണത്? എന്നെ കുത്തിയത് ആരാന്ന് കറക്റ്റ് എനിക്കറിയില്ല. ഈ 3 പേരിൽ ഒരാളാവാം. ഈ 3 പേരില് ഷിഹാബ് എന്ന് പറഞ്ഞ ഒരുത്തനും ഒന്നും ചെയ്യൂല. മറ്റേ 2 പേരൊക്കെ? മറ്റേ 2 പേര് സുൽഫി, ഒന്ന് രാഹുലാണ്. അവരിൽ ആരെങ്കിലും അവനെ കുത്തിയിട്ടുണ്ടാവും തോന്നുന്നത് അല്ലെ? എന്നെ തള്ളിട്ട്. ഷിഹാബിന് കുത്തിയതോ? ഷിഹാബിനെ കുത്തിയിട്ട് കണ്ടിട്ടില്ല. ഞാൻ മണ്ടിയതാണ്. ആദ്യമായിട്ട് എടുക്കുന്ന പ്രശ്നത്തിൽ ഇനി സമാധാനമായിട്ട് പേടിക്കണ്ട. ആരോഗ്യനില മോശമായതിനാൽ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് പോലീസ്
പോലീസ് അറിയിച്ചു. പലവിധ കേസുകളിൽ പ്രതികളായ വെള്ളിയാമ്പുറം സ്വദേശി കെ രാഹുൽ, കല്ലിങ്ങലകത്ത് സുഫിയാൻ എന്നിവരോടൊപ്പം മദ്യപിക്കുന്നതിനിടെയുണ്ടായ വാക്കുതർക്കത്തിനിടെ ഇവർ ഷിഹാബിനെയും അഹ്സിനെയും കുത്തിവീഴ്ത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. താനൂർ നടക്കാവിനും പാലക്കുറ്റിയെ തോടിനും ഇടയിൽ റെയിൽവേ ഊപാലത്തിനടിയിലായിരുന്നു സംഭവം. രാഹുലും സുഫിയാനും ഷിഹാബും ഒട്ടനവധി കേസുകളിൽ പ്രതികളാണെന്ന് താനൂർ CI പ്രമോദ് പറഞ്ഞു. ഷിഹാബിനെതിരെ വളാഞ്ചേരി, തിരൂരങ്ങാടി, തിരൂർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ വാഹനമോഷണം, കവർച്ച തുടങ്ങിയവയ്ക്ക് കേസുകളുണ്ട്. ഷിഹാബിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്.